നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ജയശങ്കർ പ്രസാദിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജയശങ്കർ പ്രസാദിൻ്റെ പ്രഥം നാടക എന്നത് സജ്ജനാണ്. ജയശങ്കർ പ്രസാദിൻ്റെ ആദ്യത്തെ നാടകത്തിൻ്റെ പേരാണ് സജ്ജൻ. സജ്ജൻ എന്ന ഈ നാടകം എഴുതിയത് 1910 സജ്ജൻ എന്ന ഈ നാടകം മഹാഭാരത കഥയെ ആസ്പദമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. ജയശങ്കർ പ്രസാദ് ആദ്യം എഴുതിയ നാടകമാണ് സജ്ജൻ. 1910 ഇത് എഴുതിയിരിക്കുന്നത്. മഹാഭാരത കഥയെ ആസ്പദമാക്കിയാണ് സജ്ജൻ എന്ന നാടകം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ജയശങ്കർ പ്രസാദിൻ്റെ രണ്ടാമത്തെ നാടകമാണ് കല്യാണി പരിണയം. ഇത് എഴുതിയിരിക്കുന്നത് 1912 രണ്ടാമത്തെ നാടകത്തിൻ്റെ പേരാണ് കല്യാണി പരിണയം. എഴുതിയ വർഷം 1912. ശ്രദ്ധിക്കുക, ഈ കല്യാണി പരിണയം എന്ന ഈ നാടകം നാഗരി പ്രചാരണി പത്രികയിലാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കല്യാണി പരിണയം എന്ന ഈ നാടകം നാഗരി പ്രചാരണി പത്രികയിൽ കൂടെയാണ് പ്രകാശനം ചെയ്തിരുന്നത്. ജയശങ്കർ പ്രസാദിൻ്റെ മൂന്നാമത്തെ നാടകത്തിൻ്റെ പേരാണ് കരുണാലയം. ഇത് എഴുതിയ വർഷം 1912. ഈ കരുണാലയം എന്ന നാടകം വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്ക എക്സാമിനും ഇത് ഏത് പ്രവൃത്തിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കരുണാലയം എന്നത് ജയശങ്കർ പ്രസാദിൻ്റെ നാടകമാണ്. ജയശങ്കർ പ്രസാദിൻ്റെ നാലാമത്തെ നാടകരചനയാണ് പ്രായശ്ചിത്ത്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രായശ്ചിത്ത് എന്ന നാടകം എഴുതിയത് ആരുടെ? അതെ, ജയശങ്കർ പ്രസാദാണ്. 1913 ഈ പ്രായശ്ചിത്ത് എന്ന നാടകം എഴുതിയിരിക്കുന്നത്. പ്രായശ്ചിത്ത് എന്ന പേരിൽ ഒരു കഹാനി കൂടിയുണ്ട്. അത് ആരാണ് എഴുതിയതെന്ന് നിങ്ങൾ മറക്കരുത്, അത് ശ്രദ്ധിച്ചു വെക്കാം. ഇത് മിക്ക എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പ്രായശ്ചിത്ത് എന്ന നാടകം എഴുതിയത് ആരാണ്? ജയശങ്കർ പ്രസാദാണ്. ജയശങ്കർ പ്രസാദിൻ്റെ അടുത്ത നാടകരചനയാണ് രാജ്യശ്രീ. ഇത് എഴുതിയിരിക്കുന്നത് 1915. പ്രസാദ് ജിയുടെ ആറാമത്തെ നാടകരചനയാണ് വിശാഖ്. വിശാഖ് എന്ന നാടകരചന എഴുതിയിരിക്കുന്ന വർഷം 1921. അടുത്ത നാടകരചന അജാന്ത് ശത്രു. അജാന്ത് ശത്രു എന്ന നാടകരചന എഴുതിയിരിക്കുന്നത് 1922. അടുത്ത നാടകരചന ജനമേ ജയിക്ക നാഗയയ്ക്ക്. ജനമേ ജയിക്ക നാഗയയ്ക്ക് എന്ന ഈ രചന എഴുതിയിരിക്കുന്നത് 1926. ജനമേ ജയിക്ക നാഗയയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാടകം എഴുതിയ വർഷം 1926. അടുത്തത് കാംന. ജയശങ്കർ പ്രസാദിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു രചനയാണ് കാംന. ഇത് എഴുതിയിരിക്കുന്നത് 1927. ജയശങ്കർ പ്രസാദ് ജിയുടെ വളരെ ശ്രേഷ്ഠമായ മറ്റൊരു നാടകരചനയാണ് സ്കന്ദഗുപ്ത്. ഇത് എഴുതിയിരിക്കുന്നത് 1928. അടുത്ത പോയിന്റ്, ജയശങ്കർ പ്രസാദിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാടകരചനയാണ് ഏക് ഘൂണ്ട്. ഈ ഏക് ഘൂണ്ട് എന്നത് ഒരു ഏകാംഗി നാടകമാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഏക് ഘൂണ്ട് ഇത് ഒരു ഏകാംഗിയാണ്. എഴുതിയ വർഷം 1930. ഏക് ഘൂണ്ട് എന്നത് ഏകാംഗിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് 1930. ജയശങ്കർ പ്രസാദിൻ്റെ വളരെ ശ്രേഷ്ഠമായ മറ്റൊരു നാടകരചനയാണ് ചന്ദ്രഗുപ്ത്. ചന്ദ്രഗുപ്ത് എന്ന നാടകം എഴുതിയിരിക്കുന്നത് 1931. ജയശങ്കർ പ്രസാദിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു നാടകരചനയാണ് ചന്ദ്രഗുപ്ത്. ഇത് എഴുതിയിരിക്കുന്നത് 1931. പ്രസാദ് ജിയുടെ അവസാന നാടകരചനയാണ് ധ്രുവസ്വാമിനി. ഇത് എഴുതിയിരിക്കുന്നത് 1933. വളരെ പ്രധാനപ്പെട്ട ഒരു നാടകരചനയാണ് ധ്രുവസ്വാമിനി. ജയശങ്കർ പ്രസാദിൻ്റെ
അവസാനത്തെ നാടക രചനയാണ് ധ്രുവസ്വാമിനി. ഇത് എഴുതിയിരിക്കുന്നത് 1933 ജയശങ്കർ പ്രസാദിൻ്റെ നാടക രചനകളും അവ എഴുതിയ വർഷവും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.